Hello guys, welcome back to my channel. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് കോളേജിലെ ഓണം ഡേ ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറേ ഡേ ആയത് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ എന്തോ റെക്കോർഡ് ചെയ്യാനും അതുപോലെ ഇനി കോളേജിലെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി പിന്നെ കുറേ ദിവസം പനിയൊക്കെ പിടിച്ച കാരണം റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ, കുറച്ച് വീഡിയോസ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ റെഡി ആവാനൊക്കെ നമ്മൾ നോർമൽ ഡേക്കാളും കുറച്ച് ടൈം കൂടുതൽ വേണമല്ലോ. അങ്ങനെ നേരത്തെ എണീറ്റ് റെഡി ആയതിനു ശേഷം ഉമ്മ വാരിത്തരുന്നുണ്ട് ഫുഡ്. എനിക്ക് എന്തെങ്കിലും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഉമ്മ വിടില്ല. അതുകൊണ്ട് തന്നെ ഉമ്മ വാരിത്തരുകയാണ്. അതുപോലെ തന്നെ എനിക്ക് റെഡി ആയി ഇരുന്നാൽ അപ്പം പോകണം. അതുവരെ വെയിറ്റ് ചെയ്യാൻ കുറേ ടൈം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഞാനും ഉമ്മ റെഡിയായി ഇറങ്ങുമ്പോൾ ആയിരുന്നാലും ഉമ്മ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ അപ്പം അവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ ഹെൽമെറ്റ് വെക്കണമെന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത്. നമ്മൾ നോർമൽ ഹെൽമെറ്റ് വെക്കുമ്പോഴത്തേക്കും നല്ലപോലെ മുടി താന്നു പോവും. അതുപോലെ വിയർക്കുകയും കൂടെ ചെയ്താൽ നല്ലപോലെ ആ ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ മാറും. പിന്നെ ബസ്സിൽ പോയാൽ ഇത് തന്നെയാണ് അവസ്ഥ. കാറ്റടിക്കുമ്പോഴത്തേക്കും ഫുൾ പറന്ന് കൊളാവും. അപ്പോൾ എനിക്ക് രണ്ടും ഒപ്പം തന്നെയാണ്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞത് ലാസ്റ്റ് മിനിറ്റ് ഉമ്മാരൊരു സ്കാനിങ് നടത്തുവാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ഉമ്മ നോക്കുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ നേരെ ഉമ്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഉമ്മ കൊള്ളാമോ, ഉമ്മാക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയി എന്ന് ഉമ്മാരെ ഫേസ് കണ്ട് എനിക്ക് മനസ്സിലായാലേ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാറുള്ളൂ. ഇനി ഈവൻ എനിക്ക് അത് ഇഷ്ടമായി, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമായ പോലും ഉമ്മ ജസ്റ്റ് ഒന്ന് അത് കൊള്ളാവോ ഒന്ന് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് കാണത്തില്ല. പിന്നെ അഖിലയും പിക്ക് ചെയ്ത് നമ്മൾ നേരെ കോളേജിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്ലാസ് മുഴുവൻ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നമ്മുടെ ക്ലാസ്സിലെ ഗേൾസ് മാത്രമാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ഞാനും അഖിലയും സെയിം മെറ്റീരിയൽ എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോളേജ് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർ ഔട്ട്ഫിറ്റ് കാണിച്ചിട്ട് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ക്ലാസ്സിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ കുറച്ചധികം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ സ്റ്റേജും അതുപോലെ ബാക്കി സെറ്റപ്പൊക്കെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ലായിരുന്നു. കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മൾ വർഷയും സുമിയെ വെയിറ്റ് ചെയ്യുവാണ്. നേരത്തെ വരാമെന്ന് പറഞ്ഞവരാണ്. സുമി ഇനിയിപ്പോൾ കുറച്ച് നേരം നല്ല ലേറ്റാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അത്തപ്പൂക്കൾ എന്തായി എന്നൊക്കെ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഇയറിലൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നല്ല കുറവായിട്ടുണ്ട്. അപ്പോഴേക്കും വർഷയും വന്നിട്ടുണ്ട്. നമ്മളിനി ഫോട്ടോസ് എടുക്കാൻ പോകാനായിട്ട് ഇനി സുമിയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കുറേ അധികം നേരം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷമാണ് സുമി എത്തിയത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് മേളിലേക്ക് പോകാമെന്ന് കരുതി. സുമിയും വന്നിട്ടുണ്ട്. എന്ന് നേരത്തെ വരുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ലേറ്റായിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് അവൾ ലേറ്റ് ആയത് എന്നാണ് റീസൺ പറഞ്ഞത്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി. നമ്മൾ നേരിൽ ഫോട്ടോസ് വീഡിയോസ് എടുക്കാനായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇവിടെ എന്തൊക്കെയായി എന്നറിയാനായിട്ടാണ് നമ്മൾ പെട്ടെന്ന് താഴേക്ക് വന്നത്. പിന്നെ ഏതെങ്കിലുമൊക്കെ പോർഷൻ സൈലൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കാരണം പാട്ട് സൈലൻ്റ്. നമ്മളങ്ങനെ താഴെ എത്തിയപ്പോഴേക്ക് ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിലെത്തിയത് എല്ലാവരും കുറച്ച് മേക്കപ്പിലൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. കാരണം ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ്.
നമ്മളിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരുന്നു പ്രോഗ്രാം. ആ ടൈമിൽ ഇതേ മേളിൽ കൂടെ അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സദ്യ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നോക്കി നിന്നേ. നമ്മളിവിടെ കുറേ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാം തുടങ്ങിയത്. ഈ പ്രാവശ്യം എനിക്ക് തോന്നി എല്ലാം ഭയങ്കര ലാഗായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ കറക്റ്റ് ടൈമിൽ സദ്യ, കറക്റ്റ് ടൈം കഴിഞ്ഞ് പ്രോഗ്രാം, അതൊക്കെ കറക്റ്റായിട്ട് പോയി. ഇത് ഭയങ്കര ലാഗായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാംസൊക്കെ അടിപൊളിയായിരുന്നു. ആദ്യം കുറച്ച് പേര് പാട്ടൊക്കെ പാടിയതിന് ശേഷം പിന്നീട് കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായാലും ഇടയ്ക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കസേര കളി തുടങ്ങിയത്. കഴിഞ്ഞ തവണ കുറച്ചും കൂടി അധികം പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു തവണ കസേര കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് അധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം ഇങ്ങനെ ആക്കിയത്. എന്തൊക്കെയായാലും നമ്മുടെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഓണമാണ്. ടീച്ചേഴ്സിനൊക്കെ ആയിരുന്നു സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് നമ്മളിതേ ഓടി കയറിയിട്ടുണ്ട്. സദ്യയുടെ കറികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ആ ഒരു പച്ചടി മാത്രമേ ഉണ്ടായിരുന്നില്ല. എനിക്ക് സദ്യയിലത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് മാത്രമേ ഉണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ആദ്യം പരിപ്പ് കൂട്ടി പിന്നീട് സാമ്പാർ കൂട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് പായസവും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സദ്യ കഴിക്കേണ്ടത്. വീഡിയോ എടുത്തോന്നും പറഞ്ഞ അഖിലയുടെ സ്പെഷ്യൽ സദ്യ കഴിക്കലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഖിലയുടെ സദ്യയിലെ പായസം കഴിക്കുന്ന ക്ലാസ്സാണ്. അപ്പം ഇങ്ങനെ പഴമൊക്കെ എടുത്തതിന് ശേഷമാണ് കഴിക്കാനുള്ളത് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പപ്പടമൊക്കെ കുഴച്ച് ബോളിയിലൂടെ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കറണ്ട് പോയിട്ടുണ്ട്. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമല്ലോ. പിന്നെ ഇവിടെ വന്ന് ക്ലാസ്സിൽ നിന്ന് കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ ജയനതയെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അത്തപ്പൂക്കളെ നോക്കാമെന്നും പറഞ്ഞ് വന്നപ്പോഴേക്കും അത്തപ്പൂ ഇടുകയും ചെയ്തു. അതെല്ലാം കുളമാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാൻ കൂടി പറ്റിയില്ല. ബാക്കി പൂ ഇരിക്കുന്ന വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളത് മറന്നു തന്നെ പോയി. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ് ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ആണ്. ക്ലാസ് വൈസ് ഫോട്ടോസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് ടീച്ചർ ഒരുങ്ങി സുന്ദരിയായിട്ട് വന്ന് ഇപ്പോൾ ഉണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും അതുപോലെ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സൊക്കെ സെപ്പറേറ്റ് ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ പോയിട്ടൊരു ഡാൻസ് റീൽ എടുക്കണമെന്ന് സുനിക്ക് അതിയായ ആഗ്രഹം. ഇനി ഡെയിലി ഈ ഒരു കാര്യം പറഞ്ഞ് പുറകെ നടക്കാറുണ്ട്, ഒരു ഡാൻസ് റീൽ എടുക്കാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഇന്ന് എല്ലാവരുടെ കോസ്റ്റ്യൂമൊക്കെ ഒരുപോലെ ആണെന്നല്ലോ എന്ന് കരുതി ഇന്ന് എടുക്കാമെന്ന് കരുതി. അത് തന്നെ ഒരുപാട് ട്രെയിനിങ് നടത്തിയതിന് ശേഷമാണ് നല്ലൊരു വീഡിയോ കിട്ടിയത്. തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം ഫുൾ ടൈമിംഗ് ഒക്കെ ഭയങ്കര തെറ്റിയിട്ടാണ് പ്രോഗ്രാംസൊക്കെ നടന്നത്. അപ്പോൾ ഇപ്പോൾ താഴെ DJ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളിത് റീൽസൊക്കെ എടുത്തിട്ട് താഴേക്ക് പോവുകയാണ്. ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് വരുന്നുണ്ട്. ചെറിയൊരു മഴയും അതുപോലെ ചെറിയൊരു തണുപ്പൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പറ്റുന്നിടത്തോളം ഞാൻ എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ.